ആളുകളുടെ അനുഭവം പറയുന്നു. കുറെ ആളുകളുടെ അവിടെ ഉണ്ടായ മഴ പോയി, ഇവിടെ ഉണ്ടായ മഴ പോയി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അവരെ ഞാൻ ഇന്ന് ഒന്ന് വിളിപ്പിക്കാന്ന് ഓർത്തു. പക്ഷെ വിളിപ്പിച്ചപ്പോൾ ഭൂരിപക്ഷം പേരും വന്നിട്ടില്ല. കാരണം സദസ്സിന്റെ മുമ്പിൽ വരിക എന്ന് പറഞ്ഞാൽ പലർക്കും പ്രശ്നമുള്ളതാണ്, പലർക്കും പുറത്ത് പറയാനും ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ ഒഴിവാക്കിയിട്ട് ഉള്ളവരെ വെച്ചിട്ട് നമ്മൾ പറയുന്നു. കാരണം ഇതിനു മുമ്പ് നമ്മൾ ഹാർട്ട് അറ്റാക്കിന്റെ പറഞ്ഞു, നടുവേദനയുടെ പറഞ്ഞു. എല്ലാ ആഴ്ചകളിലും നമ്മൾ കുറച്ച് ആളുകൾ മാത്രം സെലക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ എല്ലാം കൂടി പറയാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. ഈ ആഴ്ചകളിൽ മുഴകൾ എന്ന് പറഞ്ഞാൽ പൊതുവിലെ ആളുകൾ ഭയക്കുന്ന ഒരു സാധനമാണ്. എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്, മുഴ, ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയമാണ്. ഇനി എന്താ ചെയ്യുക, ബയോപ്സി ചെയ്യുക, എന്താണെന്ന് നോക്കാം. ഈ ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഭയം കൂടാറാണ് പതിവ്. ഈ വീഡിയോ സത്യത്തിൽ ഇവിടെ ഇതിനൊക്കെ ചികിത്സ ഉണ്ട് എന്ന് അറിയിക്കാനല്ല, ചികിത്സിച്ചവർക്ക് ഇങ്ങോട്ട് പോരുമെന്ന് പറയാനല്ല, ഇതൊക്കെ മാറ്റിത്തരാമെന്ന് പറയാനല്ല. പക്ഷെ ഇവിടെ വന്നവർക്ക് അവർ ചിലപ്പോൾ ആ ഒരു സംഭവത്തിനെ ആയിരിക്കില്ല വരേണ്ടത്. തരിപ്പിന് വന്ന ഒരാൾക്ക് മഴ മാറിയിട്ടുണ്ടെങ്കിൽ അയാൾ വന്നത് തരിപ്പിനാണ്, ചിലപ്പോൾ തരിപ്പ് മാറിയിട്ടില്ലെങ്കിൽ മഴ മാറിയിട്ടുണ്ട്. ആ മുഴകൾ മാറ്റിത്തരാമെന്ന് ഞാൻ പറയുന്നത് അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ആർക്കും മാറണില്ല എന്ന് ആരെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താക്കുന്നു, അതിനെ നിഷേധിക്കുന്നു. കാരണം ഇതിന്റെ അകത്ത് കയറിയവർക്ക് ഇതിന്റെ സുഖം അറിയും. അപ്പൊ ഈ ചികിത്സ മരുന്നില്ലാത്ത ചികിത്സയാണ്, രോഗം പറയണ്ട, തൊടനില്ല, ഇങ്ങനെ ഗ്രൂപ്പായിട്ടിരുന്നാൽ എങ്ങനെ മാറും എന്നൊക്കെ ചോദ്യത്തിന് ഇവരാണ് അതിന്റെ ഉത്തരം. ഇവരിലേക്ക് പോയി നോക്കുക. ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പലർക്കും ഇതിലെ പല അനുഭവങ്ങളും ആവശ്യം വരും. ഗുണമെന്ന് തോന്നിയാൽ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക, ഗുണമില്ലേ കേൾക്കുക, കട്ട് ചെയ്യുക. ഓക്കെ, പറഞ്ഞോളൂ. എനിക്ക് ഇവിടെ മെയ്ക്ക് ഒന്നുകൂടി അടുപ്പിച്ചോ. എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു മഴ, ഇപ്പോ കുറച്ച് സമാധാനമുണ്ട്. ആ മഴ കാണുന്ന മഴയായിരുന്നോ? ആ, കുറച്ച് ഉണ്ടായിരുന്നു. എത്ര നാളായിട്ടുള്ള മഴയായിരുന്നു? അതില്ല, കൂടുതലായിട്ട്. ഞാനും ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇപ്പൊ ക്യാൻസലായിട്ട് നാട്ടിലാണ്, അബുദാബിയിലായിരുന്നു. ഇപ്പൊ നാട്ടിലാണ്. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് ശേഷമാണ് അത് ഞാൻ കണ്ടു തുടങ്ങിയത്. എന്നിട്ട് ഞാൻ പിന്നെ കോഴിക്കോട് ചെസ്റ്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർ മൊയ്തീൻ ഡോക്ടറെ കണ്ട്. അവര് മരുന്ന് തന്നു. പക്ഷെ എന്നോട് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യേണ്ട പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അതിനിപ്പോ ഇവിടെ വന്നപ്പോ അതിന് സമാധാനം ഉണ്ടെന്ന് എനിക്ക് തോന്നി. ആ മഴ എത്ര മാറിയെന്ന് അറിയാൻ കഴിയും? തൊട്ടാൽ അറിയാൻ പറ്റും? ഒരു നെല്ലിക്കിന്റെ ഇത്ര ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, കുറഞ്ഞു. അതെ, നിങ്ങൾ സംസാരിക്കരുതേ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ലൈവ് നടക്കണതാ. നിങ്ങൾ സംസാരിക്കരുത്, വെറുതെ ഇരിക്കുക, കുറച്ചേരം ഇരിക്കുക. എന്തായാലും ഇരുന്നതല്ലേ. നമസ്കാരം, എൻ്റെ പേര് മനാഫ് എന്നാണ്, വീട് കാക്കനാടാണ്. ഞാൻ 12 ദിവസമായി വരുമ്പോൾ മൂക്കിലെ ചില ആളുകൾക്ക് ഇന്ന രോഗത്തിന് ചികിത്സ ഉണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടാവും. ആ ചോദ്യത്തിനൊക്കെ ഇത് മറുപടി വരും. ഇപ്പൊ പറയാൻ പോണ മൂക്കിൽ ദശ പോയതിന്റെ കഥ. മൂക്കിൽ ദശക്ക് പൊതുവിൽ സർജറി ചെയ്യാനാണ് പറ്റുക. സർജറി ചെയ്താൽ പിന്നെ വരുമോന്ന് ചോദിച്ചാൽ പിന്നെ വരാറുണ്ട്. അപ്പൊ സർജറി ചെയ്യാതെ മാറിയ കഥകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എന്തിനൊക്കെ ചികിത്സ ഉണ്ടെന്നുള്ളൊരു ചോദ്യത്തിന് ചിലപ്പോ ഈ റിവ്യൂസ് മതിയാവും പലതിനും ഉത്തരം. എൻ്റെ വലത്തെ മൂക്കില് ദശ ഉണ്ടായിരുന്നു, നല്ല വലിയ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ ദിവസം തന്നെ നല്ലൊരു ഫീൽ ചെയ്തു, വായിലേക്ക് എന്തോ എങ്ങനെ ഇറങ്ങണ മാതിരി തോന്നി. ഏകദേശം ഒരു 5% ബാക്കിയൊക്കെ മാറി. ദശ പോയി എന്ന് എങ്ങനെ മനസ്സിലാവും? തൊടുമ്പോ നമുക്ക് അറിയാൻ പറ്റും. തൊടുമ്പോ നമുക്ക് അറിയാൻ പറ്റും. തൊടുമ്പോ അറിയാൻ പറ്റുള്ളൂ. ചെറിയ രീതിയിലുള്ളൂ, ബാക്കിയൊക്കെ മാറി. ശ്വാസമൊക്കെ നല്ലോണം തുറന്നിട്ടുണ്ട്. നല്ലോണം തുറന്നു, മൂക്ക് തുറന്നു. അത് തന്നെയാണ് സമാധാനം. ഓക്കെ, വെരി ഗുഡ്. എൻ്റെ പേര് ജയപ്രകാശ്. ഞാൻ തിരുവനന്തപുരത്ത് മണക്കാടാണ് താമസിക്കുന്നത്. ഞാൻ ISROയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പോൾ റിട്ടയറായി. എനിക്ക് കുറേ നാളുകളായിട്ട് കൊളസ്ട്രോള്, ഷുഗർ ഒക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ അതിനുപരി എനിക്ക് കണ്ണിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു കാണുന്നില്ല മുഴ ഉണ്ടായിരുന്നു. ഇവിടെയും ഇളിയുടെ ഇവിടെയും മുഴയുണ്ടായിരുന്നു. ഇത് ഞാൻ കിംസ് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് സർജറി ചെയ്ത് മാറ്റേണ്ടതാണ്. സ്കാനിങ് ഒക്കെ ചെയ്തു, MRI സ്കാനൊക്കെ ചെയ്തു. അപ്പോൾ ഇതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അത് ഇത്തിരി ക്രിട്ടിക്കലാണ്. നമുക്കത് ചെയ്യാം, ഒരു 6 മാസം കഴിയട്ടെ എന്ന് പറഞ്ഞു. ഭാഗ്യം. 6 മാസം കഴിയട്ടെ എന്ന് പറഞ്ഞ ഭാഗ്യം. ഞാൻ പറഞ്ഞു ശരി, അത് പിന്നീട് ആകാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ സാറിൻ്റെ ഈ NIL പറ്റിയുള്ള അറിയുന്നതും അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കി. ഞാൻ ഒത്തിരിയും വീഡിയോസ് എല്ലാം കണ്ടു.
അപ്പോൾ അതിനിടയിൽ എൻ്റെ ഒരു സഹോദരി വന്നു, അവർക്കുണ്ടായിരുന്നൊരു മുഴ ഇതുപോലെ മാറി. അപ്പോൾ എനിക്ക് ഒരു സമാധാനം. ആർക്ക്? സഹോദരിയാണ്, സിസ്റ്ററാണ്. ഇവിടെ വന്ന് കണ്ടു. അത് ബ്രസ്റ്റിലൊരു മുഴ ഉണ്ടായിരുന്നു, തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് മാറി. ഇപ്പൊ വളരെ ഹാപ്പിയാണ്. അപ്പം അവള് പറഞ്ഞിട്ടാണ് ഞാനും എന്നെപ്പോലെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇവിടെ വന്നതും. അപ്പോൾ ഷുഗറിന് ഞാൻ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ മരുന്ന് കഴിച്ചിട്ടില്ല, കൊളസ്ട്രോളിനുള്ള മരുന്നും കഴിച്ചിട്ടില്ല. 2006 ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ഒരു സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ട്. ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററിലാണ് അത് ചെയ്തത്. ഇപ്പോൾ അതിൻ്റെ മരുന്ന് കഴിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ ഇവിടെ വന്നു കഴിഞ്ഞ് ഇപ്പോൾ 4-5 മൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ മുഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. അപ്പോൾ ഇപ്പോൾ എനിക്കത് ഫ്ലാറ്റായി. ഈ ഭാഗത്ത് ഫ്ലാറ്റാണ്, ഇപ്പം കാണുന്നില്ല. ചെറിയൊരു നല്ല വലിപ്പമായിരുന്നു, ഇപ്പം കുരുമുളകിൻ്റെ അത്രയേ ഉള്ളൂ. ഇവിടെയും അതുപോലെ തന്നെ അത് മാറി. എനിക്ക് ഭയങ്കരധികം സന്തോഷമുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് പ്രതീതിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇതെല്ലാം ചെയ്തു തരുന്നത്. അതിന് ഞാൻ എല്ലാവിധ നന്ദിയും കടപ്പാടും ഉണ്ട്. എന്നെ എന്നോട് എല്ലാവിധ താങ്ക്സും അറിയിക്കുന്നു. ഇങ്ങനെ പറഞ്ഞാ പോരെ. ഹലോ, ഞാൻ തലശ്ശേരി നിന്നത്. തലശ്ശേരിയോ? പിന്നെ ഞാൻ വരുമ്പം ഇത്ര ബോർഡിന്റെ അടുത്ത് പൊക്കിളിന്റെ അടുത്ത് ഇത്ര ഉണ്ടായിരുന്നു. അതിപ്പോ പിന്നെ ചെറുതായി വലിയ മഴയായിരുന്നു. സമാധാനമുണ്ട്. എത്ര ദിവസം കൊണ്ട്? നരമ്പ് കൊടുക്കും, കാലിന്റെ വിരലിന്റെ ഇങ്ങനെ കൊടുക്കും. അത് സമാധാനം. ഈ കാലിന്റെ വിരലുണ്ടല്ലോ, നമ്മളെ കിടന്നാല് കാലിന്റെ വിരലിന്റെ ഉള്ളിൽ തകർന്ന വില്ലത്തേക്ക് കളിക്കും. എനിക്ക് കുറച്ച് സമാധാനമുണ്ട്. അത് സമാധാനം. ലാംഗ്വേജ് ഈ കണ്ണൂരായതുകൊണ്ട് കിടന്നാലേ ഉണ്ടാകാതെ കിടന്ന് കാലിങ്ങനെ ഇങ്ങനെ ആവും. പിന്നെ ഉറക്കം വരൂല, നേരം പെട്ടെന്ന് ഉറക്കമില്ല. അപ്പൊ ഞാൻ ഷാളെടുത്ത് നല്ലോണം വരിഞ്ഞ് കെട്ടിട്ടാ കിടക്കുക. അപ്പൊ ഇവിടെ വന്നിട്ട് 6 ദിവസമായി. ഇപ്പൊ ഗുളികയും കഴിക്കുന്നില്ല, സമാധാനമുണ്ട്. ഇപ്പൊ ആ മഴ വലുത് പോയിട്ട് ഇപ്പൊ ചെറിയതല്ല, വലിയ മഴ പോയി. അത് എന്തിന്റെ മഴ എന്നാ പറഞ്ഞേ? ഈ അരണിന്റെ മഴ. അപ്പൊ ഹെർണിയയുടെ വലിയൊരു മഴ 4 ദിവസം കൊണ്ടുണ്ടായ മാറ്റമാണ് പറഞ്ഞത്. ഇതൊക്കെ സർജറി ചെയ്താലല്ലേ പോകൂ എന്ന ചോദ്യത്തിന് ചില ഉത്തരങ്ങൾ നല്ലതാണ്. നമുക്ക് സമാധാനത്തിന്, നമ്മൾക്ക് സമാധാനക്കേട് ഉണ്ടാക്കുന്ന 2 രോഗങ്ങളാണ് ഹാർട്ട് അറ്റാക്കും മുഴകളും ക്യാൻസറുകളും. ഒരു കൊല്ലം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതേ കൊല്ലം ഏപ്രിൽ മാസത്തിന് എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ഓപ്പറേഷൻ കഴിഞ്ഞ അതേ മാസം ആകുമ്പോഴേക്ക് അരണിന്റെ പിന്നെയും തുടർന്ന് വന്ന്. അപ്പൊ ഞാൻ ഡോക്ടറോട് പോയി പറഞ്ഞു, എന്താ ഡോക്ടർ ഇങ്ങോട്ട് തേച്ച് എടുത്തിട്ടില്ലേന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ എന്തോന്ന് വലയിട്ട് മുറുക്കുന്നാ പറഞ്ഞത്. അരണിന്റെ സംഗതി അതിന്റെ ഉള്ളിൽ വലയിട്ട് മുറുക്കുന്നാ പറഞ്ഞത്. വലയിട്ട് മുറുക്കും, നെറ്റിട്ട് മുറുക്കുന്നാ പറഞ്ഞ. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, അല്ലെങ്കിൽ നെറ്റിട്ട് മുറുക്കും അത് തേച്ച് മുറുക്കിയിട്ടില്ല ചോദിച്ചു ഡോക്ടർ. അപ്പൊ ഡോക്ടർ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് ഒന്നുമില്ല. അതേ സമയം കൊല്ലം എത്തുമ്പോഴേക്ക് ഇത്ര വണ്ണായി. അപ്പം ഒരു സ്ഥലത്ത് ചെറുത്, ഒരു സ്ഥലത്ത് വലുത്, ഒരു സ്ഥലത്ത് ചെറുത്. ആദ്യം ഹെർണിയ അത്ര വലുപ്പം ഉണ്ടായിരുന്നോ? ഇല്ല, ചെറുതായിട്ട് വന്നു. രണ്ടാമതും വലുതായിട്ട് വന്നു. അപ്പൊ ഞാനിത് മോളിൽ കൂടി കണ്ടപ്പോ എന്റെ ജ്യേഷ്ഠത്തിന്റെ മകളുണ്ട് ഇവിടെ താമസിക്കുന്നത്. അവളോട് വിളിച്ച് ചോദിച്ചു, ഇന്ന സ്ഥലം എനിക്കറിയാം, അറിയാം പോയതാണ്. അങ്ങനെ ഞാൻ വന്നത്. ഇപ്പൊ 6 ദിവസമായി വന്നിട്ട്. 6 ദിവസം കൊണ്ട് അത്യാവശ്യം സമാധാനം. അവിടെ ഇരിക്കണ ആരൊക്കെ ചോദിക്കരുത്. മുഴകൾ പറഞ്ഞെന്നുള്ളൂ. ഇനി മുഴകൾക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ബാക്കിയുള്ള കാര്യം പറയാം. മുഴ ആദ്യം ക്ലിയർ. എൻ്റെ പേര് ഷീന, കൊല്ലത്ത് നിന്ന് വരുന്നു. വേറെ കുറച്ച് രോഗങ്ങളുമായിട്ടാണ് വന്നേ. ഇങ്ങനെ 2 മുഴ പോകുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇവിടെ എല്ലാവരും ഒക്കെ മുഴ പോയ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ തൊണ്ടയിലൊക്കെ ഇങ്ങനെ നോക്കി. ഇവിടെ 2 മുഴ ഉണ്ടായിരുന്നു, ഒന്ന് താടിയുടെ അടിയിലും ഒന്ന് കഴുത്തിന്റെ അവിടെയും. പിന്നെ ഓവറിൽ സ്കാൻ ചെയ്തപ്പോൾ 2 എണ്ണം ഉണ്ടായിരുന്നു. ഇത് വളർച്ചയില്ല, എന്നാലും ഇങ്ങനെ അത് വലിയ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരുന്നതാണ്.
ഇതിപ്പോ ഇപ്പൊ എല്ലാരും മുഴ പോയെന്ന് പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ചുമ്മാതെ ടച്ച് ചെയ്ത് നോക്കിയപ്പോ ഇപ്പൊ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് തൊണ്ട ഇങ്ങനെ വീങ്ങിയ കണക്ക് ഫീൽ ചെയ്യുമായിരുന്നു. ഇപ്പൊ അത് നോർമൽ ഇതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നടുവിന്റെ ഭാഗത്ത് ചതഞ്ഞ കണക്കൊരു കട്ടിപ്പ് ഉണ്ടായിരുന്നു, അതും ഇപ്പൊ ഇല്ല, നോർമലായിട്ട്. സത്യത്തില് മുഴയെ പറ്റി ചിന്തിക്കാത്ത ആളാണ്. പക്ഷെ ഇവിടെ മുഴയുടെ കഥകൾ പറഞ്ഞപ്പോഴാണ് ആ മുഴ ഉണ്ടോന്ന് നോക്കിയത്. അപ്പൊ നമ്മളുടെ പല മുഴകളും ഒക്കെ നമ്മൾ മറന്നെടുക്കണ മുഴകളൊക്കെ തപ്പി നോക്കിക്കും ഇപ്പൊ ഉണ്ടോന്നുള്ളത്. അവിടെ സീരിയൽ നടക്കും. എനിക്ക് ഷുഗറും അത് നിങ്ങളെങ്കിലും പോയിട്ടത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം ഉണ്ടായിരുന്നു. കാര്യമൊക്കെ ഉണ്ടായി. പിന്നെ പിന്നെ എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു മായ, അതിപ്പോ കാണുന്നില്ല. കാണാനില്ല. എത്ര നാളായിട്ടുണ്ടായിരുന്നു? അത് കുറെ ആയി. ഡോക്ടർ പറഞ്ഞത് കുഴപ്പമില്ലാന്ന് എനിക്കൊന്നും ചെയ്തിട്ടില്ല. ആ ഡോക്ടർക്ക് കുഴപ്പമുണ്ടാവൂല അല്ലെ? ഡോക്ടർ പറഞ്ഞ കുഴപ്പമില്ലാന്നാണ്. അതുകൊണ്ട് അതിപ്പോ കുറവുണ്ട്. ഇല്ല, കാണുന്നില്ല. കാണുന്നില്ല. കുറവുണ്ടെന്നല്ല അപ്പൊ പറയണ്ടേ, കാണുന്നില്ല. മാറി മാറാനല്ലേ വന്നത്. മുഴക്കാര് വേഗം കൈ നോക്കി. ഇന്നലെയൊക്കെ മിനിയാന്നൊക്കെ പറഞ്ഞ കുറെ മുഴക്കാരുണ്ടാവും. പറയുക കരിപ്പിനാണ് വന്നത്. പക്ഷെ ശരീരത്തിലുണ്ടായിരുന്ന പറഞ്ഞോ, ബാക്കി ഞാൻ പറഞ്ഞു. പറഞ്ഞോ, കുഴപ്പമില്ല. അവിടെ നിന്ന് പറഞ്ഞത്. എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് കോളത്താണ് താമസം. ഞാൻ ഇവിടെ കാല് തരിപ്പ് ഷുഗറുണ്ട്, എനിക്ക് ഷുഗറുണ്ട്. കാല് തരിപ്പിനാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ എൻ്റെ വയറിൻ്റെ ഭാഗത്തൊക്കെ കൊളസ്ട്രോൾ പിടിച്ച് അങ്ങനെ കുറച്ച് മുഴകളുണ്ടായിരുന്നു. ഞാൻ വിരൽ വെച്ച് തപ്പി നോക്കിയപ്പോൾ എല്ലാം ചെറുതായി, നല്ല ചെറുതായി. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, എന്തോ അത്ഭുതം നടക്കുന്നതാണ് എനിക്ക് തോന്നണേ. ഞാൻ സീരിയലിലൊക്കെ അഭിനയിക്കുകയാണ്. സീരിയലിൽ വില്ലൻ വേഷമൊക്കെ ചെയ്യണതാണ്. 10-17 വർഷമായി ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേര് സലീം എന്നാണ്. അങ്ങനെ സിനിമയുടെ പേര് പറയുന്നുണ്ടോ? വെറും പേര് സലീം? നസീർ കോൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്റെ യഥാർത്ഥ പേര് അബ്ദുൽ സലീം എന്നാണ്. സലീം എന്നാണ് വിളിക്കുന്നത് എല്ലാവരും. മമ്മൂട്ടിയുടെ പേര് മമ്മൂട്ടി എന്നല്ലല്ല പേര്. മമ്മൂട്ടിയുടെ പേര് മുഹമ്മദ് എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയൂലല്ലോ. മമ്മൂട്ടിന്ന് തന്നെ വിളിക്കണം. ശരി, എല്ലാത്തിനും നന്ദിയുണ്ട്. വേറെ ഈ ഭാഗത്തൊക്കെ ആരൊക്കെ ഉണ്ടായത്? അവിടെ ഉണ്ട് ബാബു. ഓ, ഇതിനേക്കുണ്ട്. വേറെ ആരാണ്? പറയൂ. മഴ മാറിയവർ, മുഴകൾ അവിടെ പുറകില് കൈ വെക്കുമ്പോ അവരാള് വരുമ്പോ ഇത് വേറെ എന്ന് പറയരുത്. മഴകളെയാണ് നമ്മളിന്ന് സെലക്ട് ചെയ്തത്. ഇത് കഴിഞ്ഞതിന് ശേഷം ബാക്കി പറയാനുള്ളവർക്ക് ഞാൻ അവസരമുണ്ട്. ഈ മഴ എവിടെയും കഴിഞ്ഞു. എൻ്റെ പേര് മണികണ്ഠൻ. ഞാൻ മണ്ണാർക്കാട് നിന്നും വരുന്നു. മണ്ണാർക്കാട്. ഞാൻ വേറെ അസുഖങ്ങൾക്കാണ് ഇവിടെ വന്നത്. പക്ഷെ എനിക്ക് സാർ ഇന്നലെ പറഞ്ഞത് പോലെ മുഴകൾ ഇപ്പം സാർ പറഞ്ഞ പോലെ മുഴകളൊക്കെ തപ്പി നോക്കാൻ പറഞ്ഞു. അപ്പം ഇത് സ്വാഭാവികമായിട്ട് എനിക്കൊരു 10 വർഷമായിട്ട് ഈ മുഴ ഇവിടെ ഉള്ളതാണ്. അപ്പം ഞാൻ വെറുതെ തപ്പി നോക്കിയപ്പോൾ ആ മുഴേനെ കാണാനില്ല. ഒരു ശകലം പോലും കാണാനില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ശരീരത്തിന് വളരെ ആശ്വാസമുണ്ട്, നടുവേദനയ്ക്ക് ആശ്വാസമുണ്ട്. ഞാൻ നടുവേദനയ്ക്കൊക്കെ വേണ്ടിയാണ് വന്നത് ഇവിടെ. പിന്നെ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു അസുഖമുണ്ട്, അത് പിന്നെ മാറിയിട്ടില്ല. അപ്പം എനിക്ക് എന്താ വെച്ചാൽ ഞാൻ 10 വർഷമായിട്ട് അങ്ങനെ ജോലിയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ഇനിയൂടെ വീണ്ടും വന്നിട്ട് ഒരു കോഴ്സ് ചെയ്ത് ആണെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതിന് ഞാൻ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ, എന്നിട്ട് സാറിൻ്റെ അടുത്തേക്ക് വരാം. സാറിന് ഈ
സ്ഥാപനത്തോടും അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു. ആ കാഴ്ചക്ക് മാറ്റം കിട്ടിയവരൊന്നും എഴുന്നേറ്റ്. കാഴ്ചക്ക് മാറ്റം കിട്ടിയ കണ്ണട മാറ്റിയവര് കണ്ണട മാറ്റിയിട്ട് കാഴ്ചക്ക് മാറ്റം കിട്ടിയവര് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞാല് എത്ര നാളായിട്ട് കണ്ണട വെച്ച ആളാണ്? 5 വർഷം കൊണ്ട് ഞാൻ കണ്ണട വെച്ചത്. മെയ്ക്ക് ചേർത്ത് പിടിച്ചു പറയണം. 5 വർഷം കൊണ്ട് കണ്ണട വെച്ചോണ്ടിരുന്നതാ. പിന്നെ ഇടത്തെ കണ്ണ് 8 ഇഞ്ചക്ഷൻ, വലത്തെ കണ്ണ് 7 ഇഞ്ചക്ഷൻ അരവിന്ദായി പോയി ചെയ്തതാ. ഒരുപാട് സർജറികളും ചെയ്തു. പിന്നെ എൻ്റെ നടുവേദന മെയിനായിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന്, കാലിൻ്റെ മുട്ട് മാറ്റണമെന്ന് പറഞ്ഞ് കൊളസ്ട്രോളുണ്ട്, ഷുഗറുണ്ട്, പ്രഷറുണ്ട്. അത് പുളിയൊന്നും ഇപ്പം കഴിക്കുന്നില്ല. അന്നോട്ട് എല്ലാം ഞാൻ നിർത്തി. അപ്പോൾ കണ്ണിന് കാഴ്ചയുണ്ട്. കണ്ണിന് ഒരു ചെറുതായിട്ടൊരിതുണ്ട്. ഇപ്പം ഇത്രയും ഇഞ്ചക്ഷൻ ചെയ്തതിനെ കൊണ്ടായിരിക്കും ഈ കണ്ണ് നല്ല ക്ലിയറായി. എനിക്കിപ്പോൾ നല്ല ക്ലിയറായി. കൊല്ലത്തു നിന്നാണ് ഞാൻ വരുന്നത്. സഫിയത്ത് നിന്നാ പേര്. എൻ്റെ പേര് നൂർജ. ഞാൻ ഇന്നലെ സാറോട് പറഞ്ഞിരുന്നു കണ്ണിൻ്റെ കാഴ്ചൻ്റെ ഇത്. ഞാൻ 30 വർഷമായി കണ്ണട സ്ഥിരമായിട്ട്. രാത്രി ഉറങ്ങുമ്പോൾ ഓർമ്മ ഉണ്ടെങ്കിലേ ഊരി വെക്കും. അങ്ങനെ ഒന്നും കാണൂല. കണ്ണ് ഇങ്ങനെ ഒരു നിഴല് പോലെയാന്ന്. കണ്ണട വെച്ചാലേ കാണും. അപ്പം ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കണ്ണട ഊരി വെച്ച ഒരാൾ മുഖേന ക്ലിയർ ആയിട്ടില്ലെങ്കിലും കാണാൻ പറ്റത്തുണ്ട്. പിന്നെ ഖുർആനോദാനും മൊബൈൽ നമ്പർ നോക്കാൻ ഇപ്പം ഞാൻ കണ്ണട യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഷോൾഡർ വേദന നന്നായിട്ട് മാറിന്. കാലിൻ്റെ മരവിപ്പ് വേദന അതെല്ലാം മാറിയിട്ടുണ്ട്. പുറത്തുനിന്ന് ഒരു പിടുത്തുണ്ട്, അത് പോയിട്ടില്ല. അത് കിടന്നിട്ട് എണീക്കുമ്പോൾ അപ്പാട് പുറത്തൊരു പിടുത്താണ്. ഇങ്ങനെ എന്തോ ഒരു കുളത്ത് വിരിക്കുന്നുണ്ട്. ആ വേദന ഇപ്പോഴും ഉണ്ട്. ബാക്കിയെല്ലാം നല്ല സമയമുണ്ട്. പിന്നെ അത് എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോനാണ്. അപ്പം അവനിപ്പോൾ 4 വർഷമായി ഈ ഒരു അസുഖം വന്നിട്ട്. പക്ഷെ കൂടുതലായിട്ട് ഇങ്ങനെയില്ല. ഇപ്പോൾ ഒരു 1.5 വർഷമായി, 2 വർഷത്തോളം ഇങ്ങനെ. പിന്നെ ഒരു 2 മാസം മുന്നേലും കുറച്ചെല്ലാം സംസാരിക്കുമായിരുന്നു. ഇപ്പൊ 2 ആഴ്ചക്ക് ഓളങ്ങ് വേക്കിലിരിക്കുന്നുണ്ട്. ഓൾക്ക് പറയാൻ മടിയായതുകൊണ്ട് ഞാൻ പറയുന്നത്. ഓളെ ഭാര്യ അത് അങ്ങോട്ട് ഇരിക്കുന്ന വേക്കില്. ഓന്റെ ഭാര്യ അത് അങ്ങതാ ഓറഞ്ച് തട്ട്. ഓക്ക് പറയാ ഇങ്ങനെ ലൈവിൽ പറയാൻ മടിയായതുകൊണ്ട് ഓള് പറയാത്തത്. അല്ല ആളി തന്നെ. അപ്പൊ എനിക്ക് ഓനെ പറ്റിയല്ല ഇത്, ചെറുതിലെ ഓനെ പറ്റിയല്ല ഇത് എനിക്ക് അറിയുന്ന. എന്റെ ജ്യേഷ്ഠത്തിന്റെ മോനാന്ന്. അപ്പൊ ഇവന് ഇപ്പൊ ആരും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എല്ലാം നടക്കുമ്പം തന്നെ വയറ്റുന്ന് പോകുന്ന മൂത്രം ഒഴിക്കുന്നൊന്നും ഓളോട് പറയുന്നില്ല. എല്ലാം സ്വയം അങ്ങനെ ഇരുന്നിട്ട് തന്നെ ചെയ്യും. കിടന്നിട്ട് പാതിരാക്കി ഇപ്പൊ 2-3 ദിവസമായിട്ട് നമ്മൾ ഒന്നിച്ചെന്നെ ഒരു റൂമിൽ താമസിക്കുന്നതുകൊണ്ട് എല്ലാം എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റി. ഓൾ അനുഭവിക്കുന്ന ഇതെല്ലാം. മൂത്രം ഒഴിച്ച് കഴിഞ്ഞ് മാറ്റി കുളിപ്പിച്ചോർത്ത് കിടത്തിയാൽ പിന്നെയും വീണ്ടും അതേപോലെ തന്നെ ഒന്നും പറയുന്നില്ല. തിന്നാനും കുടിക്കാനെല്ലാം ഭയങ്കര വിഷമം. പല്ലിങ്ങനെ കടിയിട്ടിട്ട് വായിൽ കൈയിട്ട് വെച്ചാലും ഒന്നും ഭക്ഷണം ചില സമയത്ത് കഴിക്കുന്നത്, ചില സമയത്ത് കഴിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ അൽഹംദുലില്ലാ ഓള് മൂത്രം ഒഴിക്കാൻ മാറ്റി കൊടുക്കാൻ പോയി. എണിച്ചേരം നിങ്ങൾക്കെന്നാ വേണം നീ മിണ്ടാണ്ടിരിക്കുന്ന് പറഞ്ഞോളോട്. എനിക്ക് എന്നെ ഓളോട് പിച്ച എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞ് കസാലയിൽ ഇരുന്ന് സുബി നിസ്കരിച്ച്. പിന്നെ നമ്മൾ അവിടെ നിൽക്കുന്ന റൂമിലുള്ള അവർ വന്ന് അവരോടെല്ലാം ചോദിച്ചതിനെല്ലാം പേര് പറഞ്ഞ് ഫോണിലും ഓൻ്റെ ഉമ്മാനോട് ഫോൺ ഓണാക്കി കൊടുത്തരാ. അനീസ്. മോനെ അനീസേ ഈ പറയണത് ശരിയാണോ അനീസ്? നല്ലൊരു മോനാന്ന്. നിസ്കാരം എന്ന് പറഞ്ഞാല് ഒരു നിസ്കാരം സുന്നത്തും ശരിയായിക്കോളും. പള്ളിയിലെല്ലാം പോകുന്ന റൂമിലുള്ളവരോട്. രോഗത്തിന്റെ പേരെന്താന്നാ പറഞ്ഞേ? പാർക്കിൻസൺസ്. ഇപ്പൊ തീരെ 2 ആഴ്ചയായി തീരെ സംസാരിക്കാത്ത. ചോദിച്ചതിനൊന്നും അവള് പറയുന്ന ഒന്നിനും സമാധാനം പറയൂല. കണ്ണി പൂട്ടിയെടുത്ത്. പിന്നെ ഒരു ഇന്നലെല്ലാം കണ്ടു ഒരു സൗണ്ട് ഉണ്ടാക്കലേ സൗണ്ട് ഉണ്ടാക്കലോ. ഇന്നലെ ഫുള്ള് നമ്മള് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴൊക്കെ സൗണ്ട് ഉണ്ടാക്കിയാള് ഫുള്ള്. ഇവനാണ് എല്ലായിടത്തും ഒന്നിച്ച് കൊണ്ടുവരാനെല്ലാം. എന്നോട് പറഞ്ഞിട്ടായിരുന്നു. ഹലോ, ഇത് ഓൾമോസ്റ്റ് 3 വർഷമായി ഇവനിങ്ങനെ ഈ അസുഖം വന്നിട്ട്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ നിംഹാൻസ വരെ എത്തി. അതായത് നേവിൻ്റെ ഏഷ്യയിൽ നമ്പർ 1 ആണല്ലോ. അപ്പോൾ അവിടുന്ന് വരെ അവർ പറഞ്ഞ് ഏകദേശം ഒരു 90% ശരിയാവില്ല, നിങ്ങൾ തിരിച്ചു പോടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് വന്നത്. പിന്നെ പല ട്രീറ്റ്മെൻറ്റും ആയുർവേദിക് ആയാലും മറ്റുള്ള അലോപ്പതി അങ്ങനെ പല ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടും ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഇത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിപ്പോയി.
ഇന്ന് രാവിലെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായി എനിക്ക്. ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ, അപ്പോൾ പെട്ടെന്ന് വളരെ ആക്റ്റീവായി രാവിലെ എണീച്ച് ഇരുന്നിട്ടെങ്കിലും സുബഹി നിസ്കരിച്ച് പിന്നെ കുറേ സംസാരിച്ച്. ഞാൻ സംസാരിക്കാൻ പറഞ്ഞു, എനിക്ക് ഇന്നോട് സംസാരിക്കേണ്ട, നിൻ്റെ ഉമ്മാനോട് സംസാരിക്കേണ്ട, കാരണം ആമയാണ് എനിക്ക് സംസാരിക്കാൻ ഇഷ്ടം, നിന്നെയല്ല. ഉമ്മയായിട്ട് കുറേ സംസാരിച്ച് അവരെല്ലാം കാര്യം ഭയങ്കര ഹാപ്പി ആയി ഇപ്പോൾ വീട്ടിലൊക്കെ. പക്ഷേ ഇനി ഇതേപോലെ അങ്ങനെ മാറുന്ന പ്രതീക്ഷ. താങ്ക്സ് ഫോർ എൻവൈഎം. ഞാൻ വീണ്ടും വന്നു. എൻ്റെ പേര് ജയപ്രകാശ്. ഞാൻ കണ്ണിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞതുകൊണ്ടാണ്. നേരത്തെ മഴയുടെ കാര്യമായിരുന്നു. കണ്ണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം കണ്ണാടി വെച്ചിട്ടേ ഇല്ല. കണ്ണിന് ഇതിനു മുമ്പ് സർജറിയൊക്കെ ചെയ്തിരുന്നു. ഇഞ്ചക്ഷൻ, നെർവ്സ് ഇഞ്ചക്ഷൻ, നീരുണ്ടെന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുത്തിരുന്നതാണ്. കണ്ണാടി വെക്കാതെ എനിക്ക് ലോങ് ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായി കണ്ണാടി ബാഗിൽ തന്നെ സൂക്ഷിച്ച് വെച്ചിരിക്കുക, എടുത്തിട്ടില്ല. ഇപ്പൊ എനിക്ക് എല്ലാം നല്ലവണ്ണം വായിക്കാൻ പറ്റുന്നുണ്ട്, നന്നായിട്ടുണ്ട്. എല്ലാം കണ്ണിന് എല്ലാ പവറും തിരിച്ചു വന്നതുപോലെ തന്നെ തോന്നുന്നു. എനിക്ക് ഇത് പറയുമ്പോൾ തന്നെ നല്ലൊരു ഉന്മേഷം, സന്തോഷമുണ്ട്. സന്തോഷം. ഇത് നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുമ്പോൾ അതിന്റെ പുറകിൽ ഒരു കണ്ണാടി വെച്ച ഒരു മനുഷ്യനുണ്ടായി. ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ണാടി എടുത്തിട്ട് ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. എന്റെ കണ്ണിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അല്ലെ? നോക്കിയില്ലേ? പക്ഷെ കണ്ണാടി വെക്കരുത് എന്ന് നമ്മൾ പറഞ്ഞേക്കണേ. 21 ദിവസത്തേക്ക് കണ്ണട വെക്കരുത്. ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോടൊപ്പം കണ്ണട വെക്കാതിരുന്നാൽ പിന്നെ കണ്ണട ആവശ്യം വരില്ല. ഇനി കണ്ണട വെച്ചാൽ തന്നെ ആ കണ്ണട സൂട്ടാവൂല. അതിനാ കണ്ണട വെക്കരുത് എന്ന് പറഞ്ഞേ. ഇതാ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ കഴിഞ്ഞ ജൂണിൽ 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെ ഹീലിംഗ് എടുത്താണ്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ കണ്ണട മാറ്റിയിട്ടാണ് ഹീലിങ്ങിന് ഇരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ കണ്ണട ഉപയോഗിച്ചിട്ടില്ല. പിന്നെ രാത്രിയിൽ എനിക്ക് കണ്ണട ഇല്ലാതെ നടന്നു പോകാൻ കൂടി പറ്റിയിരുന്നില്ല. ഇപ്പോൾ അതിനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇത് അറിഞ്ഞു. ഞാൻ 33 വർഷമായിട്ട് കണ്ണട ഉപയോഗിക്കുന്ന ആളാണ്. 16 വയസ്സിൽ കണ്ണട ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. 33 വർഷമായിട്ട് കണ്ണട ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പോൾ കണ്ണട ഉപയോഗിക്കുന്നില്ല. അന്ന് കണ്ണട അഴിച്ചു വെച്ചതാണ്, ഇന്ന് വരെ ഉപയോഗിച്ചില്ല. അപ്പോൾ എൻ്റെ ഇത് പള്ളിയിൽ നിന്ന് ഒരാൾ അറിഞ്ഞിട്ട് അയാളുടെ ഭാര്യ ഇവിടെ 6 ദിവസം വന്ന് നിന്നിരുന്നു. അവർക്ക് കണ്ണിൽ ബ്ലഡ് ക്ലോട്ടായിരിക്കുകയായിരുന്നു. ആ കൃഷ്ണമണിൻ്റെ തൊട്ട് ബ്ലഡ് ക്ലോട്ടായിട്ട് കണ്ടിരുന്നില്ല. ആ ഭാഗം കറുപ്പ് കളറായിട്ട് കണ്ടിരുന്നു. ഇവിടെ വന്ന് 6 ദിവസം നിന്ന് അവർ ആ ഹീലിംഗ് ചെയ്തപ്പോൾ ആ സംഭവം പോയി. ഇപ്പോൾ അവർ വീട്ടിൽ പോയി 11 കൂടി ചെയ്തപ്പോൾ നല്ല ക്ലിയറായി. പക്ഷെ അവർക്ക് ഇവിടെ വന്ന് സാറിനെ പേടിച്ചതുകൊണ്ട് പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പറഞ്ഞിരുന്നതില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ ഇപ്പൊ ഞാൻ ഇപ്പോൾ രണ്ടാമത് വരാൻ പേടിച്ചിട്ടാണ് ഇവരെ പേടിച്ചിട്ടാണ്. ഞാൻ ഇപ്പോൾ രണ്ടാമത് വരാൻ കാരണം വീട്ടിലെ അലമാറിൽ കാല് വെച്ച് കുത്തി. അന്ന് കാലിൽ വെച്ച് കുത്തുന്ന സമയത്ത് കാലിൽ നല്ലൊരു മുറിവായിരുന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ NYL ഹീലിങ്ങിൽ പോയിട്ട് വന്നതിന് ശേഷം നിങ്ങളെ അസുഖം മാത്രമല്ല സ്വഭാവം മാറ്റം വന്നിട്ടുണ്ട്, വേഗം പോയിക്കോ, വേഗം വിട്ട NYL ഹീലിംഗ് പോയിട്ട് ഹീലിംഗ് ചെയ്തിട്ട് വന്നാൽ മതി പറഞ്ഞിട്ടാണ് വിട്ടത്. അപ്പം അന്ന് ഉള്ള മുറിവ് ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ മാറ്റം വന്നിട്ട് നല്ല ഉണങ്ങി, മുറിവ് നല്ല ഉണങ്ങി. അതായത് എനിക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് 15 വർഷമായിട്ട് ഷുഗറിന് മരുന്ന് കുടിച്ചിരുന്നു. 2 നേരം ഇൻസുലിനും 3 നേരം ഗുളികയും കുടിച്ചിരുന്നു. അന്ന് ഇവിടെ 1-ാം തീയതി മരുന്ന് നിർത്തി ഞാൻ ഇന്ന് വരെ ഇട്ടിട്ടില്ല. പിന്നെ ഷുഗർ കൂടുമ്പോൾ എനിക്കറിയും. അപ്പം ഞാൻ ആ മീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കൂടിയാലും ആ ക്ഷീണം, പഴയ ക്ഷീണമൊന്നും ഇപ്പം ഇല്ല. പണ്ട് കടന്നുറങ്ങലും പിടിക്കലൊക്കെ ആയിരുന്നു, ജോലിക്കൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ 1 നേരം മാത്രമേ ഇൻസുലിൻ ഇടുന്നുള്ളൂ. 2 നേരം ഇൻസുലിനും 3 നേരം ഷുഗറിൻ്റെ ഗുളികയും കുടിച്ചിരുന്നു. പിന്നെ കാൽത്തരിപ്പ്, കുറേ അസുഖങ്ങളുണ്ടാകും. ഈ കൈയിൻ്റെ ഈ ഭാഗം വൈകുന്നേരമായാൽ നല്ല പപ്പടം പൊള്ളുന്ന മാതിരി പൊള്ളും. എന്നിട്ട് അത് നല്ല വേദന ഉണ്ടാവും. അതൊന്നും ഇപ്പോൾ ഭേദമായി. അത് ഇപ്രാവശ്യം വന്ന ശേഷം നല്ല ഭേദമായി. നല്ല വേദനയായിരുന്നു തൊടുമ്പോഴൊക്കെ. ശരീരത്തിൽ അതേമാതിരി നിറയെ വേദനകളുണ്ടായിരുന്നു. അതെല്ലാം മാറി. തലയിൽ ഇങ്ങനെ സൂചി കൊണ്ട് കുത്തുന്ന പോലെ അത് ശരീരത്തിൽ പല ഭാഗങ്ങളിലും അതുപോലെ വേദനകളുണ്ടാകും. അപ്പോൾ ഇപ്പോൾ രണ്ടാമത് വന്നപ്പോൾ ഒന്നുകൂടി ബെറ്ററായി. അപ്പോൾ ഒന്നുകൂടി ഈ ഗ്രൂപ്പ് ഹീലിംഗ് ചെയ്യുമ്പോൾ ഒരു പവർ കിട്ടുന്നുണ്ട്. അതേപോലെ വീട്ടിൽ ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് എവിടെ നിന്നാണോ ചെയ്യുന്നത് അതേപോലെ അവിടെ തന്നെ കയറി കിടക്കുമ്പോൾ ഒരുപാട് നേരം കിട്ടുന്നുണ്ട്. അതായത് ആ ബെഡിൽ നിന്ന് നീക്കുന്ന വരെ ഹീലിംഗ് എനർജി കിട്ടുന്നുണ്ട്. താങ്ക് യു. മുഹമ്മദ് NC അരീക്കോട് ഇടശ്ശേരി. എൻ്റെ കണ്ണിനും തിമിരം മൂടിയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അരവിന്ദ് ഹോസ്പിറ്റലിൽ നിന്ന് 1.5 കൊല്ലം മുമ്പ് പറഞ്ഞതാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പം എനിക്ക് അടുത്ത ആളെ കാണൂലേ. ഇനിയിപ്പം ഇങ്ങനെയൊക്കെ നോക്കി എല്ലാവരെയും കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ വന്നതിൻ്റെ ശേഷം കണ്ണാട പോയിക്കില്ല. വയസ്സ് എത്രയാ? വയസ്സ് 75. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. 75 ആൾക്ക് തിമിരം അല്ലെങ്കിൽ കണ്ണിൽ വെള്ളെഴുത്ത്, മൂടല്, ഇതിനൊന്നും സത്യത്തിൽ പരിഹാരമില്ല എന്നാണ് നമ്മൾ പറയാം.
75 വയസ്സായില്ലേ, പിന്നെ കണ്ണിന്റെ കാഴ്ചയൊക്കെ അങ്ങനെ പോകും എന്നാ നമ്മൾ പറയാറ് പൊതുവില്. ആണല്ലോ, അത് ഹോസ്പിറ്റലിൽ പോയ ഡോക്ടർ അങ്ങനെ തന്നെ പറയാ. പക്ഷെ ചികിത്സിച്ചാല് 100-120 വർഷമൊക്കെ ആയുസ് കിടക്കണുണ്ട്. നമ്മളെ ജപ്പാൻകാർക്കൊക്കെ അങ്ങനെയാണെന്നുള്ള പറയാ. നമ്മളാണ് 60 കഴിഞ്ഞാൽ പോയി എന്ന് പറയാം. അപ്പൊ സത്യത്തിൽ ജീവിക്കുന്നിടത്തോളം റിപ്പയർ ചെയ്താൽ, ശരീരത്തിൽ റിപ്പയറിങ് നടന്നാൽ എന്താണോ മാറേണ്ടത് അത് മാറും എന്നുള്ളതിന് തെളിവാണ്. സത്യത്തില് ഈ കണ്ണിന്റെ കാഴ്ച പോയാൽ റിവേഴ്സ് ആകൂല എന്ന് പറയുന്ന സാധന, റിവേഴ്സ് ആകാൻ ഒരു സാധ്യതയില്ല എന്ന് പറയുന്ന സാധനമാണ് കണ്ണിന്റെ കാഴ്ച. അപ്പൊ അതിന് ഏജ് കൂടിയാൽ ഉറപ്പാണ് പറയാം. ഏജ് കൂടിയവർക്ക് കണ്ണിന്റെ കാഴ്ചക്ക് മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് മരുന്നില്ലാതെ, തൊടാതെ, അവരോട് രോഗം ചോദിക്കാതെ എല്ലാവരോടെയും ഒരുമിച്ചിരുത്തി എന്തോ ചെയ്യുന്നു എന്ന് പറയുന്ന ആ സാധനത്തിലൂടെ മാറുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം വിശ്വാസത്തിന്റെ പുറത്ത് മാറുന്നതാണെങ്കിൽ, വിശ്വാസത്തോടു കൂടി ഇന്ന് ലോകത്തുള്ള എല്ലാ മനുഷ്യരും പോകുന്ന ഒരേ ഒരു ചികിത്സ മോഡേൺ സയൻസ് ആണ്. പോയിന്റ് മനസ്സിലായോ? വിശ്വാസത്തോടു കൂടി ഇന്ന് ലോകത്ത് ആരെങ്കിലും ചികിത്സക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ചികിത്സയേ ഉള്ളൂ, അത് മോഡേൺ ചികിത്സയാണ്. ആസ്റ്ററിലേക്കും അമൃതയിലേക്കും ഒക്കെ പോകുന്നതിന്റെ കാരണം അതിനോട് അത്രക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പൊ നിംഹാൻസിലൊക്കെ പോയി, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയി, തമിഴ്നാട്ടിൽ പോയി എന്നൊക്കെ പറയുന്നത് ആ ഹോസ്പിറ്റലിനോട് അല്ലെങ്കിൽ ആ സിസ്റ്റത്തോടുള്ള വിശ്വാസം കൊണ്ടാണ്. ഇങ്ങനെയുള്ള ചികിത്സകളിലേക്ക് ഒരാളും, ഭൂരിപക്ഷം പേരും വിശ്വാസത്തോടു കൂടിയല്ല വരുന്നത്. അപ്പൊ വിശ്വാസത്തിന്റെ പുറത്ത് മാറുന്നതാണെന്നുള്ള ചിലവരുടെ കമന്റ് സത്യത്തിൽ റോങ് ആണ്. കാരണം വിശ്വാസത്തോടു കൂടി വരുന്നവരുണ്ടാകാം, പക്ഷെ വിശ്വാസം, ഞങ്ങൾ ഇവിടെ ട്രീറ്റ്മെന്റിൽ പറയാറുണ്ട്, വിശ്വാസം ഇവിടെ ആവശ്യമില്ല, അനുസരണ മാത്രമേ ആവശ്യമുള്ളൂ. ഇത് നമ്മൾ പറയാറുള്ളതാ. ക്ലിയർ അല്ലേ? സാറാരാ പറയാനുള്ളത്? വേഗം 15 വർഷമായി ഷുഗറിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന. ഇവിടെ വന്ന് ആദ്യത്തെ ദിവസം തന്നെ ഇൻസുലിൻ സ്റ്റോപ്പ് ചെയ്തു. 3 നേരം ഇൻസുലിൻ ചെയ്തുകൊണ്ടിരുന്ന ആളാ ഞാൻ. താഴെ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മുകളിലേക്ക് കയറി വരാൻ ഇവിടെ സ്പേസ് ഉണ്ട്. താഴെ ഇരിക്കുന്നവരിൽ പറയാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ മുകളിലേക്ക് കയറി വരാം. ഓക്കെ, പറഞ്ഞോളൂ. പറഞ്ഞു. 3 സമയം ഇൻസുലിൻ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഇൻസുലിൻ പൂർണ്ണമായി നിർത്തി. പക്ഷെ ഇൻസുലിൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഇൻസുലിൻ നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അനുഭവിക്കുന്നില്ല. അതായത് ഒരു ഇൻസുലിന്റെ ബുദ്ധിമുട്ട് ഉച്ച വരെയൊക്കെയാണെങ്കിൽ ഉച്ചയ്ക്ക് എടുക്കുന്ന ഇൻസുലിന്റെ ബുദ്ധിമുട്ട് രാത്രി വരേക്ക് തന്നെ കിടത്തും. രാത്രി കിടന്നാൽ പിന്നെ രാത്രി വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നേരത്തെ കിടക്കും, നേരത്തെ ഉണരും. കാഴ്ച തീരെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക്, എനിക്കൊന്നും കാണാൻ കഴിയില്ല. വൈകുന്നേരം ആവുന്ന എനിക്ക് ഇഷ്ടമില്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിരുന്നു. അതായത് തപ്പിത്തടഞ്ഞെല്ലാം ചെയ്യേണ്ട അവസ്ഥ, കയ്യിൽ നിന്നെല്ലാം വീണ് പൊട്ടുന്ന അവസ്ഥ. അങ്ങനെ ഒരവസ്ഥയിൽ കണ്ണട വെച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ രാത്രി കണ്ണട വയ്ക്കുമ്പോഴേക്ക് തലവേദന കൂടുക. ഇവിടെ വരുമ്പോൾ കണ്ണട എടുക്കാൻ മറന്നു. ഞാൻ എന്ത് ചെയ്യുന്നു വിഷമിച്ചിരിക്കുമ്പോഴാണ് സാറ് പറയുന്നത് 21 ദിവസം കണ്ണട വയ്ക്കണ്ടെന്ന്. പക്ഷെ 3ാമത്തെ ദിവസം തൊട്ട് എനിക്ക് കണ്ണുകൾ തെളിയുന്നതായിട്ട് തോന്നി. അക്ഷരങ്ങളൊക്കെ വായിക്കാൻ കഴിയുന്നു. ബസ്സിന്റെ ബോർഡ് എത്ര ദൂരം നിന്ന് വരുമ്പോഴും വായിക്കാൻ കഴിയുന്നു. അടുത്തെത്തി കഴിഞ്ഞാൽ ചില ബസ് മിസ്സായിട്ടാണ് ഞാൻ ആ ബസ് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന് വ്യത്യാസം വന്നിട്ടുണ്ട്. താങ്ക് യു. എങ്ങനെ മനസ്സിലായി വ്യത്യാസം? അല്ല, ബസ്സിന്റെ ബോർഡ് വായിക്കാനൊന്നും എനിക്ക് കഴിയില്ലായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട്. അപ്പം കുട്ടികൾ എന്നെ കളിയാക്കും, പൊട്ടത്തിയാണ്, കണ്ണ് കാണിക്കും. ഇപ്പൊ എനിക്ക് അഭിമാനത്തോടു കൂടെ പറയാൻ കഴിയും, പൊട്ടത്തിയല്ല, കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ബസ്സിന്റെ ബോർഡ് വായിക്കാൻ പറ്റുന്നുണ്ട്. ബസ്സിന്റെ ബോർഡല്ല, എനിക്ക് അക്ഷരങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്, വായിക്കാൻ കഴിയുന്നുണ്ട്. കുഞ്ഞക്ഷരങ്ങൾ, മൊബൈലിലുള്ള അക്ഷരങ്ങൾ വരെ വായിക്കാൻ കഴിയുന്നുണ്ട്. ഇതില് ഒരാൾ കമന്റ് ചെയ്യാണ്, ഭക്ഷണമൊക്കെ കുറച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങിയാൽ ഇതൊക്കെ ഇവിടെ ചികിത്സിച്ചില്ലെങ്കിലും മാറുന്നതാണ്. അങ്ങനെയുള്ള ഒരു വീട്ടിൽ പോയിട്ട് നന്നായിട്ട് കിടന്നുറങ്ങുക. നല്ല മനുഷ്യന്മാരുണ്ട്. അപ്പൊ പിന്നെ ആസ്റ്ററും വേണ്ട, മറ്റതൊന്നും വേണ്ടല്ല. ഈ പണിയൊന്നും ചെയ്താൽ മതി. ഭക്ഷണം കുറക്കാം. കുറെ കഴുതകളുണ്ട്.
ആ കഴുതകളെ കുതിരാക്കാൻ പറ്റൂല. കഴുത എപ്പോഴും കഴുത തന്നെ. ഭക്ഷണം കുറച്ച് രാത്രി നേരത്തെ കിടന്നുറങ്ങിയാൽ മാറുന്നതാണെങ്കിൽ ഈ പറയുന്ന ഹോസ്പിറ്റലൊന്നും വേണ്ടായിരുന്നു. പിന്നെ നിങ്ങളോട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ചിട്ടകളൊന്നും ഞാൻ കൂടുതൽ പറഞ്ഞു തന്നിട്ടില്ല. എന്താ ഇല്ല, ഇന്നലെ രാത്രി 10:30-ക്കൊക്കെയാണ് ഫുഡ് അടിക്കണേ ഞാൻ കണ്ടത്. അപ്പൊ അതൊന്നും ചില ആളുകൾക്ക് കമന്റ് ഇടാൻ വരാറുണ്ട്. അപ്പൊ ഞാൻ കമന്റ് ഇങ്ങനെ ഇടക്ക് നോക്കും. ലൈവ് പോകുമ്പോൾ ഒരു കമന്റ് നല്ലതാ. ഓക്കെ, വേറെന്താ പറയാനുള്ളത്? നമ്മുടെ മറ്റേ സംഭവം എന്താക്കി നമ്മുടെ മറ്റേത് മാറ്റി വെക്കാൻ പറ്റുന്നത്? ഇന്നലെ ഞാൻ സംസാരിച്ചു, സാറ് എനിക്ക് അവസരം തന്നിരുന്നു. പാർക്കിൻസൺസിന്റെ കൂടെ ഈ കണ്ണിന്റെ പ്രശ്നം എനിക്കുണ്ട്. പക്ഷെ കണ്ണിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോ ഓരോരുത്തരായി പറയുമ്പോ എനിക്ക് കാഴ്ച കുറഞ്ഞിട്ടുണ്ട് ഈ പാർക്കിൻസൺസിന്റെ കൂടെ. അത് കിട്ടിയാൽ എന്താ പറയാൻ വാക്കുകളില്ല സാർ. ഞാനിത് ഇങ്ങനെ സുഖമില്ലാതെ ഇന്നപ്പോൾ എൻ്റെ ഭാര്യയുടെ അനിയത്തിയും ഭർത്താവും കൂടിയാണ് എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ സത്യത്തിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല സാർ. ഒരു ജീവിതത്തിൽ ഒരുപാട് പരിമിതികൾ വന്നു. കണ്ണിന് കാഴ്ച കുറഞ്ഞു, ശരീരം വിറക്കുക, ഇതൊക്കെ പാടെ ആയപ്പോൾ ഏത് വഴിക്ക് ചിന്തിച്ചാലും ഭയങ്കര പ്രയാസമായി തോന്നുകയാണ്. എന്ത് ആകും, എവിടെ എത്തുമെന്നറിയില്ല. ഒരു പോക്കിലാണ്. ആ സമയത്താണ് അവരെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ കുറേയൊക്കെ സമാധാനമുണ്ട് എന്നേ പറയാൻ എനിക്ക് കഴിയുള്ളൂ. ഓക്കെ, 3-4 ദിവസം കൊണ്ട് കുറെ സമാധാനം ഉണ്ടെങ്കിൽ ബാക്കി നമ്മൾ പറയാ ക്രോണിക് ഡിസീസുകാർക്ക് 41 ദിവസം ചെയ്യാനാണ്. അത് ചെയ്യുമ്പോഴേക്കും ശരിയായിരിക്കും. നിങ്ങളെപ്പോലെ പാർക്കിൻസൺസ് ആണ് ആ പറഞ്ഞത്. നിങ്ങളെ ചുരുളും കൂടിയാ നിങ്ങൾക്ക് സമാധാനമാണ്. ഇത് ചുരുളും കൂടിയതായിരുന്നു. അതിന് റിസൾട്ട് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തായിക്കോളും, ബാക്കിയായിക്കോളും. ക്ലിയർ? ഹലോ, എൻ്റെ പേര് അബ്ദുൽ സമദ്. ഞാൻ കൊല്ലം ഓച്ചിറയിൽ വരുന്നു. എൻ്റെ 10-30 വർഷമായിട്ട് കണ്ണട വെക്കുന്നതായിരുന്നു. ഇപ്പോൾ ഇവിടെ 4 ദിവസമായിട്ട് കണ്ണട വെക്കുന്നില്ല. 63. 63. ഓക്കെ, 30 വർഷമായിട്ടും കണ്ണട വെക്കുന്നുണ്ടായിരുന്നു. 33 വയസ്സിൽ കണ്ണട വെച്ചാലാണ്. ഓക്കെ, ഇപ്പൊ കണ്ണട വെക്കണില്ല. 4 ദിവസമായിട്ട് കണ്ണട വെക്കുന്നില്ല. എന്നിട്ട് പിന്നെ ഹാർട്ടിന്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അല്ല, കണ്ണട വെക്കാതായിട്ട് എന്താ ഗുണം? കണ്ണട വെക്കാതെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എല്ലാം വായിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എല്ലാം കണ്ണട വെക്കാതെ വായിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം വായിക്കാൻ പറ്റുന്നുണ്ട്. ചെറിയ അക്ഷരങ്ങളെ വായിക്കാൻ പറ്റുന്നുണ്ട്. കണ്ണട വച്ചാൽ വായിക്കാൻ പറ്റുന്നതിന് നന്നായിട്ട് കണ്ണട വെക്കാതെ ജനൽ തുറന്നിട്ടേ മൊബൈലിലെ ചെറിയ അക്ഷരങ്ങളൊക്കെ മൊത്തം വായിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വേറെ എന്താ പറയാനുള്ളവരുണ്ടെങ്കിൽ വേഗം പറയും, കൈ വെക്കും. വേറെ ഏതെങ്കിലും വിഷയം പറയാൻ അവിടെ അമ്മക്ക് കൊടുക്കാൻ അമ്മക്ക് വേഗം കൊടുക്കും. വേഗമാക്കിയാൽ വേഗം പണി നടത്തി നമുക്ക് വേഗം നിർത്താം. അടുത്ത സെഷന്റെ ആള് പോയോ? ഹലോ, ഞാൻ മട്ടന്നൂർ ചാവശ്ശേരിയിൽ നിന്ന് വരുന്നു. എനിക്ക് മട്ടന്നൂർ ചാവശ്ശേരിയിൽ നിന്ന് വരുന്നു. 27 വർഷമായി ഷുഗർ. അതിനെ കൊണ്ട് കൈകാൽ തരിപ്പ് ഇതൊക്കെ ഇപ്പോൾ ഒരു 3-4 വർഷമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു നെല്ലിക്കേന്റെ കുരു പോലെ മുഴയുണ്ടായിരുന്നു. അതിപ്പോ പോയി. അങ്ങനെ ഈ വയറ്റിന്റെ ഇവിടെ ഒരു വിരലിന്റെ വലുപ്പത്തില് തടിപ്പുണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചാലും പറഞ്ഞ സാറിലമ്മ പോട്ടി പോയിക്കോളും. അതും പോയി. ഷുഗർ 3 ദിവസമായി ഇൻസുലിൻ ചെയ്യാതെ.
രാവിലെയും വൈകുന്നേരം ഇരുവേത് ചെയ്യലുണ്ട്. ഞാനും ഭർത്താവും ഞങ്ങൾ രണ്ടുപേരും മോളാണ് കൂട്ടിയിട്ട് വന്നത്. അപ്പോൾ ഇപ്പം നല്ലൊരാശ്വാസം തോന്നുന്നു. നല്ലതന്നെ. ശരിയാണ്. ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. ഈ ശനിയാഴ്ചത്തെ പ്രോഗ്രാം നമ്മൾ തൽക്കാലം ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം അടുത്ത സെഷൻ്റെ ആളുകൾ വരാനിരിക്കുന്നു. അപ്പോൾ ഇവരിങ്ങനെ ഇറങ്ങിപ്പോയില്ലെങ്കിൽ അടുത്ത സെഷൻ ബ്ലോക്ക് ആവും. ഈ ഇരിക്കുന്ന ആളുകളെല്ലാം ചികിത്സിക്കാൻ വന്നതാണ്, തിങ്കളാഴ്ച വന്നതാണ്. തിങ്കളാഴ്ച വന്നിട്ട് ശനിയാഴ്ച പോകുമ്പോൾ ഇവർക്ക് റിസൾട്ടുകൾ ഉണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ ചില ആളുകൾക്ക് കുറേ ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് മറുപടി ആയിട്ടാണ് നമ്മൾ ശനിയാഴ്ചകളിൽ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ഒരാളോടെയും പറയാനുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാനിപ്പോൾ ഇവരോട് ചോദിക്കാൻ പോവാണ്. ഹലോ, മൈക്ക് പോയോ? ഹലോ ഹലോ, അങ്ങനെ പറഞ്ഞോ. എൻ്റെ പേര് രഹന. ഞാൻ എൻ്റെ സ്ഥലം കോട്ടയമാണ്. എനിക്ക് നടുവിന് സംബന്ധമായിട്ട് അസുഖമായിട്ട് വന്നതായിരുന്നു. ഇപ്പം എൻ്റെ ഈ ഇടതുകാലിൻ്റെ കാലിന് കീപ്പോട്ടായിട്ട് ഭയങ്കര വേദനയായിരുന്നു. നടക്കാൻ പറ്റത്തില്ലായിരുന്നു, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട്. ഇപ്പം സ്റ്റെപ്പ് കയറുമ്പോൾ നടക്കാൻ പറ്റുന്നുണ്ട് ശരിക്കും. പിന്നെ കാലിൻ്റെ വേദനയ്ക്കൊക്കെ നല്ല കുറവുണ്ടായിരുന്നു. പിന്നെ ഇനി 4-ാമത്തെ ദിവസം എനിക്ക് ഈ വിരലിനകത്ത് എന്തോ ഒരു കറണ്ട് അടിക്കുന്ന പോലെ തോന്നിയായിരുന്നു. അതിനുശേഷം എൻ്റെ കണ്ണിലേക്കൊരു നല്ലൊരു വെട്ടം അടിച്ചു കയറുന്നുണ്ടായിരുന്നു. 5-ാമത്തെ ദിവസം ഞാൻ ഇന്നലെ എൻ്റെ മകളും കൊച്ചും വന്നപ്പോഴത്തേക്കും ഞാൻ കൊച്ചിനെ ഒന്ന് എടുത്തു. അപ്പോൾ അതിക്ക് മുമ്പ് എനിക്ക് വെയിറ്റ് എടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ ഇത് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴെല്ലാം എനിക്ക് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. ശരീരത്തിൽ നിന്ന് എന്തോ മാറിപ്പോയതുപോലെ തോന്നി. എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, കാല് മടക്കി വെക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഞാൻ കിടക്കാൻ നേരത്ത് എന്തെങ്കിലും ടൈറ്റായിട്ട് ബ്ലാങ്കറ്റ് ഇട്ട് പൊതിഞ്ഞ് കാലിൽ ഷോക്സ് ഇട്ടായിരുന്നു കിടന്നിരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. പക്ഷെ ഇന്നലെ ഞാൻ കുഞ്ഞിനെ എടുത്തപ്പോഴത്തേക്കും എനിക്ക് പിന്നെയും ആ വേദന പഴയതുപോലെ പിന്നെയും വന്നു. പക്ഷെ ഇന്ന് ഞാൻ പിന്നെയും ട്രീറ്റ്മെന്റിന് ഇരുന്നപ്പോൾ എനിക്ക് നല്ല ആശ്വാസം തോന്നിക്കുന്നുണ്ട്. പക്ഷെ കൈയിന്റെ തരിപ്പ് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഒരു പ്രശ്നം. കാലില് നടക്കുമ്പോൾ ഒരു പിടുത്തം പോലെ മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം ആശ്വാസമുണ്ട്. അപ്പൊ നമ്മള് വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ചോദ്യം ഞാൻ ഈ ഇരിക്കുന്നവരോട് ചോദിക്കുകയാണ്. ഞാൻ കണ്ണടച്ചിരുന്നോളാം, അങ്ങോട്ട് തിരിച്ചിരുന്നോളാം. കാരണം ഇതിൽ ഒരു തെളിവ് കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വന്നിട്ട് നടക്കാൻ പറ്റാതിരുന്ന ആള് നടന്നിട്ട് അവർക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾക്ക് എന്താ ചെയ്യാം? നടത്തിക്കാനല്ലേ പറ്റുള്ളൂ. അഹമ്മദ് കോയ പറയൂ. ഹലോ, അഹമ്മദ് കോയ പറയൂ. ഇവിടെ പെണ്ണുങ്ങൾ പറഞ്ഞു തന്നിട്ട് വേണോ അല്ലേ? നടക്കാൻ പറ്റാതെ വന്നാണോ? നടക്കാൻ പറ്റാതെ വന്നാണ്. 2-3 കൊല്ലായി ഇങ്ങനെ തീരെ വയ്യാതായിട്ട്. ഇപ്പൊ കുറച്ചൊക്കെ ഇങ്ങനെ പടി പിടിക്കാതൊക്കെ ഇങ്ങനെ പോവാൻ കഴിയുന്നുണ്ട്. നേരത്തെ വടി പിടിച്ചായിരുന്നു നടത്തുന്നത്. വടി പിടിച്ചിട്ടില്ലാതെ ഇപ്പോഴും നടക്കണം. എന്നാലും കുറെയൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പൊ കൈക്കൊക്കെ വളരെ മാറ്റം വന്നിട്ടുണ്ട്. എന്തിന്? കൈക്കൊക്കെ ഭയങ്കര കടച്ചിലുണ്ടായിരുന്നു. അതിലൊക്കെ കുറെ വ്യത്യാസമുണ്ട്. എത്ര ദിവസമായി വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയായി. ഒരാഴ്ചയായി. കൈ തിങ്കളാഴ്ച വന്നു. ഒരാഴ്ച ആയിട്ടില്ല. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ശനിയാഴ്ചയല്ലേ ആയുള്ളൂ. ഒരാഴ്ച ആവണമെങ്കിൽ തിങ്കളാഴ്ച വരെ ആവണ്ടേ? ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം കാരണം നമുക്ക് എല്ലാ ശനിയാഴ്ചകളിലും ചോദിക്കാറുള്ള ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ട് നിർത്തുകയാണ്, വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ നിങ്ങളോട് തിരിഞ്ഞിരുന്നോളാം. കാരണം എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്താക്കണ്ട, നിങ്ങൾ കൈവെക്കണ്ട. ഇവിടെ വന്നിട്ട് നമ്മൾ ഇന്നലെ ചോദിച്ചിരുന്നു, ഇവിടെ വന്നിട്ട് കാശ് നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഗുണം കിട്ടാത്തവരുണ്ടെങ്കിൽ അവരെന്താക്കുക? കൈവെക്കണ്ട. ഇവിടെ വന്നിട്ട് ഗുണം കിട്ടിയവർ, ഇവിടെ വന്ന് ചികിത്സിച്ചിട്ട് ഗുണം കിട്ടിയവരൊന്ന് കൈവെക്കുക. ഇവിടെ വന്നിട്ട് ഗുണമുണ്ടായി മരുന്നില്ലാത്തതാണ്, ഇങ്ങനൊരു ചികിത്സ ആദ്യമായിട്ട് കണ്ടതാണ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇവിടെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് മാനസികവും ശാരീരികവുമായി ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ കൈവെക്കുക. എന്തിനാന്ന് വെച്ചാല് ഇവിടെ വരുന്ന കുറച്ച് ആളുകൾക്ക് മാത്രമേ മാറുന്നുള്ളൂ. ബാക്കി ഭൂരിപക്ഷം പേർക്ക് മാറാത്തതാണ്. അപ്പോൾ കുറച്ച് മാറിയ ആളുകളെ കൊണ്ടാണ് ചില ആളുകൾ ഇവർ പറയിപ്പിക്കുന്നത് എന്ന് കമന്റ് ചെയ്യാൻ വരുന്നവർക്ക് മറുപടി നമുക്ക് അവിടെ ആവശ്യമാണ്. ഇവിടെ വരുന്നവർക്ക്
വന്നവർക്ക് സമാധാനങ്ങൾ കിട്ടിയവർ കൈ പൊക്കുക. കൈ ഇവര് പറഞ്ഞിട്ട് താത്തിയാ മതി, വീഡിയോക്കാര് പറഞ്ഞിട്ട് താത്തിയാ മതി. ഓക്കെ, റെഡി. അപ്പൊ ഞങ്ങള് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ശനിയാഴ്ച വീണ്ടും വരും. ഉച്ചയ്ക്ക് ശേഷം വേറെ സെഷൻ ഉണ്ട്, പറ്റുകയാണെങ്കിൽ നമുക്ക് അപ്പം ചെയ്യാം. എന്തിനാന്ന് വെച്ചാൽ തെളിവ് ഇമ്പോർട്ടൻ്റ് ആണ്. ചിത്രത്തിലുള്ളത് ചരിത്രത്തിൽ ഉണ്ടാവുന്നുള്ള ഗുരുവചനത്തിൽ നിന്ന് നമ്മൾ ഈ പണി ചെയ്യും.